മൊത്തം 24 പേര് കപ്പലുണ്ടായിരുന്നു. അതിൽ 21 പേരെ രക്ഷപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. രക്ഷാപ്രവർത്തനം നടത്തുന്നത് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളായ സക്ഷം, ആര്യമാൻ എന്ന കപ്പലുകളാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിൽ ഏറെ മുന്നേറി കഴിഞ്ഞു. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇതിൽ കുടുങ്ങിയ ആൾക്കാരെ രക്ഷപ്പെടുത്തലാണ് പ്രാഥമിക പ്രയോറിറ്റി എന്ന് പറഞ്ഞിരുന്നു. അതിൽ 9 പേർ കടലിലേക്ക് ചാടി രക്ഷപ്പെട്ടു. ബാക്കി 24 പേരുണ്ടായിരുന്നു. 21 പേരെ ഇപ്പോൾ രക്ഷപ്പെടുത്തി. അതിൽ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. ഇന്നലെ വിഴിഞ്ഞത്തു നിന്ന് പുറപ്പെട്ട കപ്പലാണ്. തൂത്തുക്കുടിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന കപ്പലാണ്. ഫീഡർ വസലാണ്. വിഴിഞ്ഞം ടു കൊച്ചി ഉള്ളൊരു ഫീഡർ വസലാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. MSC Elsa 3 is a container ship and sailing under the flag of Liberia. Her length overall is 183.91 meters and her width is 25.3 meters തുടങ്ങിയ വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. വിഷ്ണു സുരേഷ് കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, ഏതെങ്കിലും തരത്തിൽ തീരദേശത്തിന് വലിയ ആശങ്ക വേണ്ട, പക്ഷേ ജാഗ്രതയോടെ ഇരിക്കണം. ഏതെങ്കിലും തരത്തിൽ തിരയിലോ മറ്റോ ഈ കാർഗോ കരക്കഴിഞ്ഞാൽ തുടരുത് എന്ന ഒരു ബോധം തീരദേശത്തിൽ ഉണ്ടാവുന്നുണ്ടോ വിഷ്ണു? ഹാഷ്മി, കൃത്യമായ നിർദ്ദേശം എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ എല്ലായിടത്തും തന്നെ നൽകിയിട്ടുണ്ട്. കൊച്ചിയുടെ തീരത്തും പൂർണ്ണമായും തന്നെ നൽകിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ കോസ്റ്റൽ പോലീസിനുമാണ് അത്തരത്തിലുള്ള നിർദ്ദേശം എല്ലാവർക്കും നൽകിയിട്ടുള്ളത്. മത്സ്യബന്ധനത്തിനടക്കം ഇറങ്ങുന്ന ആളുകൾ ശ്രദ്ധ പുലർത്തണം, നിലവിൽ കുറച്ച് സമയത്ത് കാത്തിരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ എന്താണ് ഈ എലമെന്റ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. നേരത്തെ പുറത്തു വന്നതനുസരിച്ച് സൾഫർ അടങ്ങിയ വസ്തുക്കൾ എന്നാണ്. പക്ഷേ സൾഫർ അടങ്ങിയ വസ്തുക്കൾ ഇത് ഷിപ്പിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അതൊരു ട്രാൻസ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഒരു ഗുഡ്സ് എന്ന രീതിക്ക് അപ്പുറത്തേക്ക് ഇത് ഷിപ്പിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ അത്തരം ക്വാണ്ടിറ്റി മാത്രമാണ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സൾഫറാണ്, അതുകൊണ്ട് തന്നെ അത് ഒരല്പം ഡേഞ്ചറസ് കൂടിയാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിലൊരു സ്ഥിരീകരണം ഇനിയും വരേണ്ടിയിരിക്കുന്നു. നിലവിൽ പ്രാധാന്യം നൽകുന്നത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. ആളുകളെ അവിടെ നിന്ന് മാറ്റാനും ഈ കണ്ടെയ്നറുകൾ മാറ്റാനുള്ള ശ്രമമൊക്കെ പുരോഗമിക്കുന്നു. 24 പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മറ്റാശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഈ ആളുകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇല്ല. പക്ഷേ അപ്പോഴും ഈ എലമെന്റ് എന്താണെന്നുള്ള കാര്യത്തിൽ ആണ് ഇനി വ്യക്തത വരാനുള്ളത്. അത് വ്യക്തത വരുന്നത് വരെ കൃത്യമായ ജാഗ്രത പുലർത്താനുള്ള എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ചും മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ നൽകിയിട്ടുണ്ട്. തീരദേശ മേഖലയിൽ അത്ര ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നിലവിലില്ല. ഇതിലൊരു പ്രതിസന്ധിയായി ഇപ്പോൾ ഉള്ളത് കടല് വലിയ പ്രക്ഷുബ്ധമാണ്. ഏകദേശം ഒരു ഉച്ചയോടുകൂടി തന്നെ കടല് ശക്തമായി തന്നെ അടിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെയായിരിക്കാം അപകടം സംഭവിച്ചിട്ടുണ്ടാകുന്നതാണ് പ്രാഥമികമായ നിഗമനം. ചുഴിയിൽ അകപ്പെട്ട് കപ്പല് 28 ഡിഗ്രിയോളം ചരിഞ്ഞതായിരിക്കാം എന്നുള്ളതാണ് ഒരു പ്രാഥമികമായ വിവരം. അതിന് ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷണമൊക്കെ നടത്തിയാൽ മാത്രമാണ് കാരണം കണ്ടെത്താനാവുകയുള്ളൂ. നിലവിൽ ഈ കപ്പലിലുണ്ടായിരുന്ന ആളുകൾ സേഫാണ് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡിൻ്റെയും കൃത്യമായ ഇടപെടൽ, കൃത്യമായ രക്ഷാപ്രവർത്തനം ഒക്കെയാണ് അതിൽ ഫലം കണ്ടിട്ടുള്ളത്. ആ 24 പേർ, അതിലൊരു 9 പേർ ഈ അപകടമുണ്ടായ ഘട്ടത്തിൽ അവിടെ നിന്ന് ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് അവർ സ്വയമേ രക്ഷപ്പെട്ടു. ബാക്കിയുള്ള ആളുകളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നേവിയും എത്തി രക്ഷപ്പെടുത്തി. ഇപ്പോഴും അവിടെ ഹെലികോപ്റ്റർ നിരീക്ഷണം തുടരുകയാണ്. കൂടുതൽ സജ്ജീകരണങ്ങൾ ആവശ്യമെങ്കിൽ എത്തിക്കുമെന്നാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നത്. കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്ത് ഇപ്പോഴും നിരീക്ഷണം തുടരുകയാണ്. ഒപ്പം നേവിയും ഇക്കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ കപ്പലുകൾ ആവശ്യമെങ്കിൽ എത്തിക്കും. പക്ഷേ നിലവിൽ അതിൻ്റെ സാഹചര്യങ്ങൾ ഇല്ല. ഈ കണ്ടെയ്നറുകൾ മാറ്റാൻ അങ്ങനെ വേണമെങ്കിൽ മാത്രമാണ് അതിന് സാഹചര്യമുള്ളത്. എന്നാൽ കപ്പൽ ഉയർത്താനുള്ള, അതായത് ഈ ചരിഞ്ഞ കപ്പൽ നേരെയാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നേവി രക്ഷാപ്രവർത്തനത്തിന്റെ എന്താണ് നിസ്തുല്യമായ പ്രവർത്തനം, അസാധ്യമായ രക്ഷാപ്രവർത്തനം ദൗത്യമാരോടെ നടത്തുന്നുണ്ടെന്ന കാര്യം ഉറപ്പാണ്. കോസ്റ്റ് ഗാർഡിന് 2 കപ്പലുകൾ, ഈ പറയുന്ന ആര്യമാൻ, സക്ഷ എന്ന് പറയുന്ന 2 കപ്പലുകൾ വളരെ സജീവമായി. ഒരുപക്ഷെ അപകടമുണ്ടായ ആദ്യ മണിക്കൂറുകളിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിനാണ് പ്രയോറിറ്റി. ആദ്യം 9 പേർ അവരുടെ റിസ്കിൽ ചാടി രക്ഷപ്പെട്ടു. ബാക്കി 24 പേരിൽ 21 പേരെയും ഇതിനോടകം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഒരുപക്ഷെ എല്ലാ ആൾക്കാരെയും രക്ഷപ്പെടുത്തിയെന്നൊരു വാർത്ത അല്പസമയത്തിന് നമുക്ക് നൽകാനും കഴിയും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ഈ കപ്പൽ ഉയർത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അപകടമുണ്ടായത് എങ്ങനെയെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് ഏതെങ്കിലും തരത്തിൽ കടൽ തീരത്ത് എണ്ണപ്പാട കണ്ടാൽ അതിൽ സ്പർശിക്കരുത് എന്ന് തന്നെയാണ് ശേഖർ ലൂക്കോസ് കുര്യാക്കോസ് പറഞ്ഞത്. അപ്പോൾ ഭയമല്ല വേണ്ടത്. ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ കൗതുകത്തിലോ മറ്റോ ഈ പറയുന്ന ഒന്നും തൊട്ടുപോകരുത് എന്ന് കൃത്യമായി തന്നെ പറയുകയാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുത്താൻ പറയുന്നതല്ല. അത് ഈ പറയുന്ന ലോ സൾഫർ കണ്ടന്റ് അടങ്ങിയ ഗ്യാസ് ഓയിലാണ് എന്ന് സംശയിക്കുന്നത് കൊണ്ട് കൂടിയാണ് അതിലുള്ളത്. എന്തായാലും ഈ കണ്ടെയ്നറുകൾ കടലിലുണ്ട്. ഇത് ഒരുപക്ഷെ വടക്കൻ കേരള തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യതയെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരുന്നു. പ്രജിൻ സി കണ്ണൻ തുടരുന്നുണ്ട്. പ്രജിൻ, ഇന്നലെ വൈകിട്ട് കൊച്ചിയിലേക്ക് വിഴിഞ്ഞത്തുനിന്ന് പോയ MSC Elsa 3 എന്ന കപ്പലിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എവിടെയാണ്? ഇത് പൂർണ്ണമായി കടലിലേക്ക് മറിഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും എന്ന് നേവി പറയുന്നുണ്ടല്ലോ പ്രജിൻ.
തീർച്ചയായിട്ടും അത് ഹാഷ്മി പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. കാരണം അതിനകത്തുള്ള കണ്ടന്റ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോഴും സ്ഥിരീകരിച്ചില്ല. എങ്കിലും സൾഫർ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ്, മനുഷ്യർക്ക് അത് ഹാനികരമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. സൾഫർ കണ്ടന്റുള്ള എന്തും അത് മനുഷ്യ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു ഒരു കൂടിയ അളവിൽ വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസറിനടക്കം കാരണമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നമുക്ക് വെസൽ ഫൈൻഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് നിലവിൽ ഈ MSC Elsa 3 എന്ന് പറയുന്ന കപ്പൽ കണ്ടെയ്നർ ഷിപ്പാണ്, അതെന്താണ്, എവിടെ നിന്നാണ്, എത്ര കാലം പഴക്കമുണ്ട്, അത്തരം വിശദാംശങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ഏതാണ്ട് കഴിഞ്ഞ ദിവസം, അതായത് 20 മണിക്കൂർ മുമ്പാണ് ഏറ്റവും ഒടുവിൽ അത് ഏത് പോർട്ടിലാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വിഴിഞ്ഞത്താണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. ദ വെസൽ ഈസ് ഇൻ എൻ റൂട്ട് ടു ദ പോർട്ട് ഓഫ് കൊച്ചിൻ. കൊച്ചിയിലേക്കാണ് അത് വന്നുകൊണ്ടിരുന്നത്. ഏതാണ്ട് 11.7 നോട്ട്സ് ആയിരുന്നു അതിന്റെ ആ സമയത്തെ വേഗം എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അത് മെയ് 24 4:30 ആണ് അവിടെ കൊച്ചിയിലേക്ക് എത്തേണ്ടിരുന്നത്. പക്ഷെ അവിടെയാണ് ഒരു അപകടം സംഭവിച്ചത്. എന്തായാലും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലൈബീരിയയുടെ കൊടി ഉള്ള ഷിപ്പാണ് നിലവിൽ ഇത്. അങ്ങനെ പറയാൻ കാരണം അതിന്റെ ഒരു ഹിസ്റ്ററി വന്നു കഴിഞ്ഞാൽ അത് ഏതാണ്ട് 28 വർഷത്തെ പഴക്കമുണ്ട് ആ ഷിപ്പിന്. പല തവണയായി അതിന്റെ ഓണർഷിപ്പ് മാറിയിട്ടുണ്ട് എന്ന് ഈ വെസൽ ഫണ്ടിൽ വ്യക്തമാണ്. പലതവണ ഓണർഷിപ്പ് മാറിയാണ്. അതിന്റെ പേരടക്കം നേരത്തെ ഉണ്ടായിരുന്ന പേര് CSAV ബാഴ്സലോണ ആയിരുന്നു. പിന്നെ അഡ്രിയൻ എന്ന പേര് മാറ്റി. അത് പുതിയ ഓണറുകളിലേക്ക് വരുമ്പോൾ അതിന്റെ പേര് മാറുന്നതാണ്. ഏറ്റവും ഒടുവിലാണ് അലക്സാൻഡ്ര എന്ന് പറയുന്ന പേര് സ്വീകരിച്ചത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ പറയുന്ന MSC Elsa 3 എന്ന് പറയുന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. 2015 ജൂലൈ മുതൽ ആ പേരിലാണ് ഈ വെസൽ അറിയപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഴിഞ്ഞത്തേക്ക് ഇതിന് മുൻപും അല്ലെങ്കിൽ ഇടയ്ക്കിടെ തന്നെ വിഴിഞ്ഞത്തേക്ക് വന്നും പോവും ഒക്കെ ഇരിക്കുന്ന ഒരു വെസലാണ് ഇത്, കണ്ടെയ്നർ ഷിപ്പാണ് ഇത് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ വിശദാംശങ്ങൾ നമുക്കിവിടെ കാണാം. റീസെന്റ് പോർട്ട് കോൾസിൽ നമുക്ക് അത്തരം വിശദാംശങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. വിഴിഞ്ഞത്ത് മെയ് 21 രാത്രി 8:22 അവിടെ എത്തിയതാണ്. പിന്നീട് ഇന്നലെയാണ് തിരിച്ചത്. ഉച്ചയ്ക്ക് 2:26 അവിടെ നിന്ന് വിഴിഞ്ഞത്ത് നിന്നും പുറപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഒരു ദിവസവും 18 മണിക്കൂറും വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടിരുന്ന, ഒരുപക്ഷെ ചരക്കുകൾ ഇറക്കാനോ കയറ്റാനോ ഒക്കെ ആയി വേണ്ടി വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ മെയ് 21 ഇന്നലെ ഉച്ചയ്ക്ക് 2:26 പുറപ്പെട്ട കപ്പലാണ്. അതിന് മുൻപ് കഴിഞ്ഞ ആഴ്ചയിലെ വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. വിഴിഞ്ഞത്ത് തന്നെ മെയ് 17 അത് എത്തിയിരുന്നു. ഉച്ചയ്ക്ക് ഇതേപോലെ 2:16 അവിടെ എത്തുകയും പിന്നീട് മെയ് 18 ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം മെയ് 18 പുലർച്ചെ 8:11 പുറപ്പെടുകയും ചെയ്തു. അത് ഏതാണ്ട് ഒരു 17 മണിക്കൂർ 54 മിനിറ്റ് അവിടെ നങ്കൂരമിടുകയും ചെയ്തിരുന്നു. അതിന് മുൻപ് മറ്റു വിശദാംശങ്ങൾ മെയ് 16 എത്തിയിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രീതിയിൽ വിഴിഞ്ഞത്തേക്ക് വരികയും പോയിക്കൊണ്ടിരും ചെയ്തിരുന്ന ഒരു കപ്പലാണ് ഇന്നിപ്പോൾ അപകടത്തിൽപ്പെട്ടത്. അതിനെന്താണ് കാരണം? അത് ഈ പ്രക്ഷുബ്ധമായ കടലിന്റെ അവസ്ഥയാണോ, അല്ലെങ്കിൽ ഈ കപ്പലിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടാണോ? അത്തരം വിശദാംശങ്ങളൊക്കെ കമ്പനി അധികൃതർ തന്നെ നൽകേണ്ടിയിരിക്കുന്നു. കോസ്റ്റ് ഗാർഡ് നിരന്തരം ആ ഷിപ്പിംഗ് കമ്പനിയുമായി ഇപ്പോൾ ബന്ധപ്പെടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യങ്ങളനുസരിച്ച് ഇതാണ് ആ കണ്ടെയ്നർ ഷിപ്പ്. അതിന്റെ വിശദാംശങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പേര് സ്വീകരിച്ചിരിക്കുന്നത് 2015 ജൂലൈ മുതലാണ്. 28 വർഷം 97 ഈ വെസൽ ആദ്യമായിട്ട് തീരത്തു നിന്നും കടലിലേക്ക് ഇറങ്ങുന്നത്. പിന്നീട് പല ഓണറുകളിൽ മാറിയാണ് ഏറ്റവും ഒടുവിൽ ഈ ലൈബീരിയയുടെ പതാകയുള്ള കപ്പലായി ഇത് മാറുകയും ചെയ്തത്. മറ്റൊന്ന്, ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കുമിടയിൽ നിരന്തരമായി ഇത്തരം ചരക്ക് ഗതാഗതം നടത്തുന്ന കപ്പൽ കൂടിയാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടതെന്നാണ്. എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്ന സംസ്ഥാനത്തെ എല്ലാ തീരദേശ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എൻറ്റയർ കോസ്റ്റ് ലൈൻ ടു ബി വാച്ച് എന്നാണ് ആ നിർദ്ദേശം വരുന്നത്. സോ വാച്ച് ഔട്ട് ഫോർ ദിസ് ഇൻ എൻറ്റയർ കോസ്റ്റ് ലൈൻ. അപ്പോൾ ആ തീരദേശം മുഴുവൻ ഒരുപക്ഷെ കടലിലേക്ക് വീണ കാർഗോ കരയിലേക്ക് അടിയാനുള്ള ഒരു പോസിബിലിറ്റി കണക്കിലെടുത്ത് ആ ഏരിയ മുഴുവൻ ഇപ്പോൾ കൃത്യമായ നിരീക്ഷണത്തിൽ തന്നെയാണ്. അതിനിടയിൽ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു വാർത്താക്കുറിപ്പ് ഇതുമായി സ്ഥിരീകരിച്ചു വരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. 38 നോട്ടിക്കൽ, കൊച്ചിയിൽ നിന്ന് 38 നോട്ടിക്കൽ സൗത്ത് വെസ്റ്റിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്ന സ്ഥിരീകരണം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ 24 ക്രൂ ഓൺ ബോർഡ് മെമ്പേഴ്സിൽ 9 പേർ അപ്പോൾ തന്നെ ചാടി രക്ഷപ്പെട്ടു. ബാക്കി ആൾക്കാരെ രക്ഷപ്പെടുത്താനുള്ള ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ അണ്ടർവേയിലാണ് എന്ന് പറയുന്നു. അതിൽ 21 പേരെ രക്ഷപ്പെടുത്തിയ വാർത്ത ഇതിനോടകം നമുക്ക് വന്നിട്ടുമുണ്ട്. ഡ്രോണിയർ എയർക്രാഫ്റ്റ്സ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്ററുകൾ ആവശ്യമായ ലൈഫ് ഗേഴ്സ് ഈ കപ്പലിനടുത്ത് ഇട്ടുവിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും വളരെ ശക്തമായി നിരീക്ഷിക്കുന്നു ഈ സ്ഥിതിഗതികൾ. അപ്പോഴും പിന്നെയും പറയാനുള്ളത്, തീരദേശത്തെ മനുഷ്യർ ഏതെങ്കിലും തരത്തിൽ ഇത് കരക്കടിയുകയോ എണ്ണപ്പാടയോ കണ്ടു കഴിഞ്ഞാൽ തൊട്ടു നോക്കരുത് എന്നത് മാത്രമാണ് കൃത്യമായി തന്നെ പറയുന്നത്. പക്ഷേ ഭയക്കാൻ പറയുന്നതല്ല, അത് ശ്രദ്ധിക്കാൻ പറയുന്നതാണ്. കാരണം ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്താണെന്ന് ഇപ്പോഴും നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ വ്യക്തമല്ല.